ഇവർ വിവാഹത്തിലേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ വിവാഹം അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിവാഹം അന്വേഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾ അന്വേഷിക്കേണ്ടത്, എന്താണ് അയാളുടെ ഒരു നിലപാടുണ്ടാവേണ്ടത്? ഭയങ്കര പ്രശ്നമാണത്. കാര്യം ചില 8 കൊല്ലം 10 കൊല്ലമൊക്കെ തരും. അതിൻ്റെ കാരണം കൃത്യമായൊരു പ്ലാന് തിരച്ചിലുണ്ടാവില്ല. 100-200 ആളുകളൊക്കെ കാണും. അങ്ങനത്തെ ഒരാൾക്ക് ഒരിക്കലും പെണ്ണിട്ടില്ല. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പെണ്ണ് അന്വേഷിക്കുന്ന ദൂരത്തിനൊരു പരിധി ഉണ്ടാകും. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് അതിർത്തിയിട്ടാൽ ഒരു നിശ്ചിത ദൂരത്തായിരിക്കും പെണ്ണ് അന്വേഷിക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം ഒരു 10-200 ആളെ കണ്ടു പറഞ്ഞാൽ, ഒരു 50 മുതൽ ഒരു 200 വരെയുള്ള ആളുകളെ കണ്ടു എന്ന് പറഞ്ഞാൽ, ഒരു 5-6 വ്യക്തികളോട്, ആ പ്രദേശത്തെ ആളുകളോട് ഈ സാധനം ചോദിച്ചിട്ടുണ്ടാവും. ചോദിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ ഇത്തരം കാര്യങ്ങൾക്ക് പൊതുവെ ചോദിക്കുക ഏകദേശം ഒരേ ആൾക്കാരോടായിരിക്കും. അപ്പോൾ ഇവനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോസിറ്റീവായ മറുപടി ഇൻബിൽട്ടായിട്ട് വരും, ഉള്ളിൽ നിന്ന് വരില്ല. മീൻസ് നോർമലി വരില്ല. അതിപ്പോൾ ഇതിമ കല്യാണം മുടങ്ങും. ഏമേ അതിപ്പോൾ നമ്മളെ മറ്റേ ഇയാളെ മോന ഇത് മതി കല്യാണം മുടങ്ങാൻ. മനസ്സിലല്ലേ? അപ്പോൾ നമ്മൾ ചെറുപ്പക്കാരോട് അവരുടെ കുടുംബങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങുകയാണെങ്കിൽ അതിനെത്ര റാമുണ്ട്, അതിൻ്റെ കോൺഫിഗറേഷൻ എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ, നല്ലൊരു ഷർട്ട് വാങ്ങുകയാണെങ്കിൽ ഒക്കെ നല്ല നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അത് വാങ്ങുക. അപ്പം നമ്മളുടെ കൺസെപ്റ്റിൽ നമ്മുടെ ഇണ ആരാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, പെൺകുട്ടികളോടും പറയണത് ആരാണ് എൻ്റെ ഇണ എന്നതിൽ ഒരു നല്ല വ്യക്തത വേണം. ആ വ്യക്തതയിൽ നമുക്ക് പിഴവ് പറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരണം. അപ്പോൾ ആ വ്യക്തതയിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് സൗന്ദര്യം സംബന്ധിച്ച കുറേ സങ്കല്പ പ്രശ്നങ്ങളുണ്ടാകും. സോഷ്യൽ മീഡിയയൊക്കെ സ്ഥിരമായി വാച്ച് ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് പൊതുവേ സൗന്ദര്യത്തെക്കുറിച്ച സങ്കല്പം എന്ന് പറയുന്നത് ഭയങ്കര ഈ ചർമ്മങ്ങൾക്കൊക്കെ ചില പ്രത്യേകതകൾ, ഗ്ലാസി ആയിട്ടുള്ള ഭയങ്കര ഇങ്ങനെ തൊട്ടാലൂടെ ഇങ്ങനെ അങ്ങനത്തെ ഈ കൊറിയൻ ഡ്രാമ ഒക്കെ പോലുള്ളതൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് ഈ കുട്ടികൾ പോലും വിചാരിക്കാതെ അവരുടെ ഉള്ളിൽ കയറി കൂടിയ ഒരു ചിന്ത ഉണ്ടാവും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടൊരു സാധനം ഇങ്ങനെ കാണുമ്പോൾ അതാകും നമ്മുടെ ഒരു കൺസെപ്റ്റ്, അതാകും നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഇണയെ സംബന്ധിച്ച ജീവിച്ചവരുടെ, വിവാഹത്തിലൂടെ വിജയിച്ച് ജീവിച്ചവരുടെ അനുഭവങ്ങളും ഇസ്ലാമികമായ പ്രമാണങ്ങളും നമ്മളെന്ന വ്യക്തിയുടെ ബയോളജിക്കൽ ഫിസിക്കൽ പശ്ചാത്തലങ്ങളൊക്കെ വെച്ചിട്ട്, ജീവശാസ്ത്രവും ശാരീരശാസ്ത്രവുമായി ഒക്കെ വെച്ചിട്ട് ഈ മൂന്നിൻ്റെ അടിയിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു ഇണയെ നമ്മൾ സെറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ആ ഇണയെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബോധ്യം വേണം, നമ്മൾക്ക് എത്ര നിറമുണ്ട്, നമ്മൾക്ക് എത്ര നീളമുണ്ട്, നമ്മൾ ആരാണ് എന്നൊക്കെ നമുക്ക് ബോധ്യം വേണം. ഹീറോയിനുകളെയും സെലിബ്രിറ്റികളൊക്കെ കണ്ട് അതെന്നെ കണ്ട്, അവരുടെ ശരീരം കണ്ട്, അവരുടെ കട്ടിമീശ കണ്ട്, അവരുടെ മുടി കണ്ട്, അവരുടെ കോലം കണ്ട്, അവരുടെ മൂക്ക് കണ്ട്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇണയെ തിരയുമ്പോൾ ചിലപ്പോൾ കിട്ടൂല. ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, ആ കുട്ടിയുടെ വയസ്സ് തൊട്ട്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വയസ്സ്, നീളം, ഈ സാധനങ്ങളൊന്നും അറിയണമെങ്കിൽ അവിടെ പോയി കാണുന്നു വേണ്ട. അപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് വേണം. ഞാൻ അങ്ങനെ തന്നെയാണ് ഈ വിഷയം പറയാം. ശരിയായ ഒരു ചെക്ക് ലിസ്റ്റ് വേണം. ആ ചെക്ക് ലിസ്റ്റ് അതന്നെയാണോ വേണ്ടതെന്ന് എന്ത് ചെയ്യണം, ശരിക്ക് പഠിച്ചുറപ്പ് വരുത്തണം. 18-ാം വയസ്സിലെ ചെക്ക് ലിസ്റ്റ് ആവില്ല 22-ാം വയസ്സിലുണ്ടാകുക, 22-ാം വയസ്സിലെ ചെക്ക് ലിസ്റ്റ് ആവില്ല 28-ാം വയസ്സിലുണ്ടാകുക. ഈ അടുത്ത ദിവസം നമ്മുടെ അടുത്തൊരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. 7 വർഷമായിട്ട് രണ്ടാളും പ്രണയത്തിലാണ്. വാപ്പാക്കും മാക്കും അറിയില്ല. എല്ലാ നിലക്കും കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം രണ്ടാളും വീട്ടിൽ പോയി പറഞ്ഞു. അറിഞ്ഞ് 2 മാസമായിട്ടുള്ളൂ. ആര്? പാരൻസ് അറിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, ഒറ്റ ചോദ്യം നമ്മൾ ചോദിച്ചുള്ളൂ, ഇത് നിങ്ങളുടെ +1 പ്രായത്തിൽ ആരംഭിച്ച ബന്ധമാണ്. ഈ +1 പ്രായം, രണ്ടാക്കും ദീനൊന്നും പറഞ്ഞാൽ മനസ്സിലാണ് ആൾക്കാരല്ല, ഭയങ്കര ബുദ്ധിജീവികളാണ് രണ്ടാളും. അപ്പോൾ അവരോട് അവിടെ ദീന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അവരോട് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ, 21-ാം വയസ്സിൽ നിങ്ങളുടെ തലച്ചോറിനുള്ളൊരു പരിമിതി ഉണ്ട്. നിങ്ങൾ ഒരു ടീനേജ് കടന്നു വരുന്ന ഒരു ഏജാണ്. ആ ഒരു ഏജിൽ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി 100% തലച്ചോറിനില്ല. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ എടുക്കാൻ ക്രിട്ടിക്കൽ തിങ്കിങ് താരതമ്യേന ഒരു വളരെ ഡള്ളായിട്ട് നിൽക്കുന്ന ഒരു ഏജാണത്. അപ്പം അന്നെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ കുട്ടി പറഞ്ഞു അത് ഉണ്ടാവില്ല, കാരണം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചാണ്, അപ്പോൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്ലൈൻഡായിട്ട് വളരെ അന്ധമായി ഇഷ്ടപ്പെട്ടു പോയാൽ ചിലതൊന്നും കാണില്ല, ഒന്നും കാണില്ല. ഇനി ഇത് രണ്ടാളും നിങ്ങൾ കാണും. നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ഇപ്പോൾ രണ്ടാളും ഒന്നിച്ചുറങ്ങുകയോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാളും അങ്ങനെ സംസാരിക്കും, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് പിണങ്ങാനുള്ള സൗകര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒറ്റപ്പെട്ട പിണങ്ങാൻ വന്ന എല്ലാ സമയത്തും നിങ്ങൾ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടിക്ക് വിഷയം കത്തിത്തുടങ്ങി. അപ്പം രണ്ടാളും അപ്പുറത്ത് പോയിരുന്ന് ഒരു 10 മിനിറ്റ് വരെ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ രണ്ടാളും ആ ഏജ് മുതൽ ആകുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വിലയിരുത്തുമ്പോൾ ഞങ്ങൾ രണ്ടാളും പ്രൊഫഷൻ അടക്കം പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ കാഴ്ചപ്പാടിൽ വിഷയങ്ങളുണ്ട്. ഒരാൾക്ക് ഒരിക്കലും ഇന്ത്യയിൽ ജോലി കിട്ടില്ല, അങ്ങനത്തതാണ്. ഒരാൾക്ക് ഏകദേശം ഇന്ത്യയിൽ മാത്രമേ എന്തുള്ളൂ കിട്ടുള്ളൂ, നല്ല തൊഴിൽ സാധ്യതയുള്ളൂ. അപ്പോൾ രണ്ടാളും ഒന്നിച്ചൊരിക്കലും ഉണ്ടാവില്ല.
രണ്ടാൾ ജോലി കോംപ്രമൈസ് റെഡിയല്ല. അങ്ങനെയുള്ള വളരെ ഭൗതികമായ അപ്പം നമ്മളെ ഇണയെ കൂട്ടുമ്പോൾ നമുക്ക് മക്കളുണ്ടാകും, നമ്മൾ ഒറ്റക്ക് താമസിക്കും. ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഒരു പ്ലാൻ വേണം. ആരെയാണ് നമ്മൾ കാണേണ്ടത്? ആ പ്രൊഫൈലിന്റെ ഉള്ളിലേക്ക് വരുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, കാണേണ്ടുള്ളൂ. ആ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യേണ്ടതുണ്ടാവും. ചിലപ്പോൾ ആ പ്രൊഫൈലിൽ തന്നെ 2 തരം സംഗതികളുണ്ടാവും. ഒന്ന് വളരെ താൽക്കാലികമായ പ്രശ്നങ്ങൾ, 2 കുറച്ചൊരു ലോങ് ടൈം ഇഷ്യൂസ്. ഇപ്പോൾ ഞാൻ താൽക്കാലിക പ്രശ്നം എന്നുള്ളത് പറയണമെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിക്ക് ഒരു 3 വർഷത്തെ കൂടി പഠനമുണ്ട്. ലോങ് ലൈഫ് കാണുമ്പോൾ ജീവിതം ഒരു ദീർഘമായ സാധനമാണ്. കല്യാണം കഴിച്ചൊരു വ്യക്തിയുടെ ജീവിതം ഒരിക്കലും ഈ ലോകത്ത് തീരണില്ല. അതുപോലെ ജനത്താനത്തും വസുവാചുക്കും തുഹബറും, നിങ്ങളുടെ ഇണകളും സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. അപ്പം അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ആ 3 വർഷം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്താവില്ല, ബാക്കി എല്ലാം ഓക്കെയാണ്. 3 വർഷത്തെ കോഴ്സ് ഉണ്ട് എന്നാണെങ്കിൽ അതിനൊരു താൽക്കാലിക വിഷയമായിട്ട് കാണേണ്ടുള്ളൂ. ആ 3 വർഷം കുറച്ച് സഹിക്കേണ്ടി വരും. അത് എങ്ങനെയെല്ലാം സഹിക്കേണ്ടി വരും എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ മതി. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം 3 വർഷം നല്ല ടൈമായിരിക്കും. ചില ആളുകൾക്ക് 3 വർഷം ഒരു 3 മാസത്തിന്റെ ഫീലിൽ കൊണ്ടുപോകാൻ പറ്റും. ചില ആളുകൾക്ക് 3 വർഷം ഒരു 30 കൊല്ലത്തിന്റെ ഫീലിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ല ധാരണയുടെ ശേഷം കാണാൻ എന്തിനേ പോകണ്ടുള്ളൂ, ശരീരത്തിന്റെ അവസ്ഥയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. പിന്നെ വീട്, അതിന്റെ ചുറ്റുപാട് കാര്യങ്ങൾ, ആരോഗ്യം, അനുബന്ധങ്ങൾ, ഇങ്ങനത്തതൊക്കെ നേരത്തെ ഉറപ്പുവരുത്തി ഓക്കെ ആയതിന്റെ ശേഷം പോകണ്ടുള്ളൂ. അപ്പോൾ കുറച്ച് പണിയുണ്ട്. നല്ല പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ജീവിതത്തിൽ അത്തരമൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് തുടങ്ങുന്ന ആദ്യ ഘട്ടത്തിൽ വേണ്ടത് സ്വാലിഹായ ഇണയെ വേണമെന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ പഠിച്ചവൻ എന്ത് ചെയ്യും, കൊണ്ടുവന്ന് തരും. അപ്പോൾ അവിടെ പോയി ആ സംസാരിച്ചതിൽ നിന്ന് ക്ലാരിറ്റി ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ആ നിലക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പറഞ്ഞതിൽ ചുരുക്കത്രേ ഉള്ളൂ. നല്ലോണം ധാരണയാക്കി വേണം കാണാൻ പോകുക എന്നുള്ളത്. ഇപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് നിൽക്കുക എന്നുള്ളത് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് അതിൽ കുറേ ടെൻഷൻ ഉണ്ട്. 3-4 ആൾ മുന്നിൽ പോയി നിൽക്കുന്നതോടുകൂടെ തന്നെ കുട്ടികളൊക്കെ വിഷമിക്കും. അപ്പം അത് പെൺകുട്ടികളുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ആണിനെ കുറിച്ച് ശരിക്കും അന്വേഷിച്ച് എല്ലാ ഭാഗവും അന്വേഷിച്ച് ഓക്കേൻ്റെ ശേഷം കാണേണ്ട ഘട്ടാകുമ്പോൾ എന്ത് ചെയ്താൽ മതി, വന്ന് കണ്ടാൽ മതി തന്നെയാണ് വിചാരിക്കേണ്ടത്.